മുസ്ലിം ലീഗിനെ അടുത്ത് മനസ്സിലാക്കാത്തവർക്ക് മാത്രമേ മുസ്ലിം ലീഗിൽ അത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ചില വരികൾ മാത്രം പർവ്വതീകരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതല്ലാതെ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും വ്യക്തികൾ എവിടെയെങ്കിലും വർഗീയമായി പെരുമാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് കഴിഞ്ഞകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിക്കപ്പെടേണ്ടത്. ഒരിക്കലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ശരിക്കും നിലകൊള്ളുന്നത് തന്നെ എല്ലാ സമുദായങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അത് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഹൈദമില്ലത്ത് ഇസ്മായിൽ സാഹിബ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പങ്കാളിത്തം വഹിച്ച ഒരാൾക്ക് ആ ഭരണഘടനയോട് ചേർന്നിട്ടല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് നിൽക്കാൻ സാധിക്കുമോ? അപ്പം നമ്മൾ പരമപ്രധാനമായി കാണുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഇന്ത്യയുടെ ഭരണഘടന പറയുന്ന ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന തത്വം തന്നെയാണ് മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷേ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ, അത് ന്യൂനപക്ഷമാകട്ടെ, അത് പിന്നോക്ക വിഭാഗമാകട്ടെ, അത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഏത് സമൂഹമാകട്ടെ, അവർക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ശ്രദ്ധ ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്നുള്ളത് സത്യമാണ്. അവിടെയും അതിനെ ഒരു സാമുദായികമായി നമ്മൾ കാണേണ്ടതില്ല. എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം മറ്റ് സമൂഹങ്ങളുമായിട്ട് ഭിന്നിപ്പിലാണ് എന്നുള്ളതല്ല. എല്ലാ സമൂഹങ്ങളും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർവ്വകാല നേതാക്കന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. CH-ന്റെ ഒരു പാർട്ടിക്ക്, MK മുന്നിലുള്ള ഒരു പാർട്ടിക്ക് ആ നിലയിൽ പോകാൻ കഴിയില്ല എന്നുള്ള വിമർശനം, അത്തരത്തിലുള്ള വാദങ്ങൾ ഉയരുമ്പോൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രധാനമായും ചർച്ചയായി വരുന്നത്. അവരുടെ ബന്ധത്തെ ചോദ്യം ചെയ്യുന്നത് അല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. അത് ഒരു വിശ്വാസപരമായി അവർ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ ഐഡിയോളജി നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഐഡിയോളജിയും മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിയും ചേർന്ന് പോകുന്നതല്ല. കാരണം അങ്ങനെ ചേർന്ന് പോകുന്നതാണെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വേറൊരു പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഐഡിയോളജിയെ പണ്ടും ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ഇന്നും ആ ഐഡിയോളജിയെ മുസ്ലിം ലീഗ് ഒരിക്കലും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് തന്നെയാണ് ഞങ്ങളുടെ ഇക്കാലത്തെയും നിലപാട്. അവർ പിന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചു. അതിൻ്റെ പേര് വെൽഫെയർ പാർട്ടി എന്നാണ്. വെൽഫെയർ പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട്. അവർ പല തെരഞ്ഞെടുപ്പിലും പല നിലപാടുകളും സ്വീകരിക്കാറുണ്ട്. ചിലപ്പോൾ അവർ ഇടതുപക്ഷ മുന്നണിക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ അവർ ഐക്യജനാധിപത്യ മുന്നണിക്ക് കൊടുത്തിട്ടുണ്ട്. മൂല്യാധിഷ്ഠിതമായ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ട് ചിലർക്ക് ഒരു മുന്നണിയിലും മറ്റ് ചിലർക്ക് വേറെ മുന്നണിയിലും അവർ വോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതേസമയം അവരുമായി ഒരു ബന്ധവും ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇല്ല. കാരണം ഐക്യജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ കൃത്യമായിട്ടുള്ള പേരും വിവരവും എല്ലാവർക്കും അറിയുന്നതാണ്. അതിലൊരു അസോസിയേറ്റഡ് മെമ്പർ പോലും ആകണം എന്ന കാര്യം പത്രസമ്മേളനം വിളിച്ചിട്ട് UDF പ്രഖ്യാപിച്ച ശേഷം മാത്രമേ അവരെ സ്വീകരിക്കാറുള്ളൂ. ആ അർത്ഥത്തിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് മുസ്ലിം ലീഗിന് യാതൊരു ബന്ധവുമില്ല. ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ച് നടക്കുമുള്ള പ്രസ്താവന വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ വന്നിരിക്കുന്ന ഈ ഷൂറ അംഗത്തിന്റെ, അതായത് ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് കാരക്കൂൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ തന്നെ പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന്
അല്ല, ഈ ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഒരു മതേതര രാജ്യത്തിൽ സാധ്യമല്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ അപകടകരമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ഇത് ഈ അടുത്ത് പറഞ്ഞതാണോ അതോ മുമ്പ് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു ചിന്ത, അതായത് ഈ രാജ്യത്ത് എങ്ങനെയാണ് ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടാക്കാൻ പറ്റുക, ഇത് ഒരു ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു ജനവിഭാഗത്തിന് എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ഒരു രാജ്യത്ത് ഇസ്ലാമിക ഭരണമാക്കാൻ പറ്റുക? പല രാജ്യങ്ങളിലും മുസ്ലിം സമൂഹം തന്നെ കൂടുതലുള്ള രാജ്യങ്ങളിൽ പോലും ചില രാജ്യങ്ങളെ അവർക്ക് ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സങ്കല്പം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ പോലെയുള്ള പ്രസ്ഥാനത്തിന് ഒരിക്കലും ആലോചിക്കാൻ പറ്റുന്നതല്ല. അതിന് അത്തരത്തിലുള്ള ആശയങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ. സത്യത്തിൽ നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഇല്ലാതെ നോക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. അത് ഏതെങ്കിലും ഒരു മുസ്ലിങ്ങളുടെയോ അല്ലെങ്കിൽ ദളിതരുടെയോ ഈഴവരുടെയോ ഒന്നും മാത്രം കാര്യമല്ല. അതിൽ എല്ലാ ജനവിഭാഗങ്ങളും, ക്രിസ്ത്യാനികളായാലും നായർ സമൂഹമായാലും എല്ലാവരും ഒരുമിച്ച് ആലോചിക്കേണ്ടത് എന്നിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഒരു ചെയ്തി ഇവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ സഹായകമാകുമോ എന്ന് നമ്മൾ ഭയപ്പാടോടുകൂടി നോക്കേണ്ട ഒരു കാലമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു വിഭാഗത്തിൽ നിന്നും ഇപ്പോൾ നമ്മൾ കാണുന്നത് എല്ലാ വിഭാഗത്തിൽ നിന്നും ഇതുപോലെയുള്ള പ്രസ്താവന, ഈവൻ CPM പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള പ്രസ്താവനകളാണ് അവരുടെ നേതാക്കന്മാരിൽ നിന്ന് പോലും വരുന്നത്. ശരിക്കും അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്നത് ഇത്രയും പുരോഗമനപരമായി ചിന്തിക്കുന്ന ധാരാളം നവോത്ഥാന നായകന്മാരുണ്ടായിട്ടുള്ള, അവരുടെ പ്രയത്നഫലമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മതേതര സ്വഭാവം കേരളത്തിൻ്റെ ഒരു സവിശേഷതയാണ്. നമ്മൾ മറ്റു ഉത്തരേന്ത്യയൊക്കെ ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തെക്കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടി പറയുന്നതാണ്. ആ കേരളത്തെ ഈ രൂപത്തിലാക്കുന്നതിൽ ആരുടെ ഭാഗത്തു നിന്നായാലും, ഇപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ പ്രസ്താവന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെത് വന്നു എന്ന് പറയുന്നത് ഞാനത് വായിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാകുമെന്ന് വേറൊരു വിഭാഗവും ഹിന്ദു രാഷ്ട്രമാകുമെന്ന് വേറൊരു വിഭാഗവും പറയുന്നത് ഉണ്ടാക്കുന്ന ധ്രുവീകരണം ഈ രാജ്യത്തിന് അപകടകരമാണ്. തെരഞ്ഞെടുപ്പ് പതിവാദിപ്പിലെത്തിയിരിക്കുകയാണ്. 2-3 മാസങ്ങൾക്കപ്പുറം തെരഞ്ഞെടുപ്പുണ്ടാവും. നേരത്തെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു, പക്ഷേ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവനായി തിരിച്ചു വരികയാണ്. മത്സരരംഗത്ത് എവിടെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കൾ, പ്രധാനമായും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം ആണ് ആര് മത്സരിക്കണം ആര് മത്സരിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഉന്നത നേതൃത്വം എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാക്കന്മാർ മത്സരിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ മത്സരിക്കും, മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മത്സരിക്കില്ല. വർഗീയ ധ്രുവീകരണം നടക്കുന്ന ഒരു കാലത്ത് MK മുനീറിനെ പോലുള്ള ഒരാൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും? അല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറെ കാര്യമാണല്ലോ. രാഷ്ട്രീയത്തിൽ നിന്ന് അത് നമ്മൾ അവസാന ശ്വാസം വരെ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അത് എൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർലമെൻ്ററി രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ടാണല്ലോ. അപ്പോൾ രാഷ്ട്രീയത്തിൽ യാതൊരു സംശയവും വേണ്ട, എൻ്റെ അവസാന ശ്വാസം വരെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കും. ഞാൻ മുസ്ലിം ലീഗിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ ഈ അടുത്ത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് വായിച്ചപ്പോൾ
അദ്ദേഹം അദ്വൈത ആശ്രമത്തിൽ ആലുവയിൽ നടത്തിയിട്ടുള്ള ഒരു സർവ മതസമ്മേളനം ഉണ്ടായിരുന്നു, ലോകസമ്മേളനം. ആ സമ്മേളനത്തിലേക്ക് എല്ലാ മത നേതാക്കന്മാരെയും ശ്രീനാരായണ ഗുരു ക്ഷണിച്ചു. അപ്പോൾ അതിലന്ന് പ്രധാനികളായിട്ടുണ്ടായിരുന്നത് ഒന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു, മറ്റൊന്ന് KM സീതി സാഹിബായിരുന്നു. അപ്പോൾ KM സീതി സാഹിബിൻ്റെ പ്രസ്ഥാനമാണത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു വരെ തൻ്റെ വേദിയിലേക്ക് ക്ഷണിച്ച സീതി സാഹിബ് അന്ന് അതിന് കൃതജ്ഞത പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ആ മുസ്ലിം ലീഗിനെ പുതിയ കാലത്തെ നേതാക്കന്മാർ വർഗീയമായി കാണുന്നത്, ഞാൻ പറയുന്നത് ശ്രീനാരായണ ഗുരുവും പുതിയ നേതൃത്വവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെയാണ് കാണിക്കുന്നത്. അതെ. അതിൽ ഞാൻ പറഞ്ഞല്ലോ, നിൽക്കണമോ വേണ്ടയോ എന്ന് രണ്ട് കാര്യവും തീരുമാനിക്കാനുള്ള അവകാശം പാർട്ടി നേതൃത്വത്തിനുണ്ട്. പാർട്ടി നേതൃത്വം പറയുന്നത് അനുസരിച്ച ശീലം മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ. നോർത്തല്ല, അല്ല, അതെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് ആദ്യം മത്സരിക്കണോ വേണ്ടയോ എന്ന് പാർട്ടി തീരുമാനിച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുള്ളല്ലോ. അതും പാർട്ടി തന്നെയാണ് തീരുമാനിക്കുക എവിടെ മത്സരിക്കണമെന്നുള്ളത്. മത്സരിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എവിടെ മത്സരിക്കണം എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുക. ഞാൻ 3 തവണ സൗത്ത് മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചിട്ടുള്ളത്. എൻ്റെ ആദ്യം 1991 ഞാൻ ആദ്യം മത്സരിക്കുന്നത് സൗത്തിലാണ്. പിന്നെ അത് കഴിഞ്ഞ് കൊടുവള്ളിക്ക് പോകുന്നതിന് മുമ്പ് 2 തവണ വീണ്ടും, അന്ന് കോഴിക്കോട് 2ാം മണ്ഡലം എന്നാണ് അറിയപ്പെട്ടിരുന്നത്, പിന്നെ അത് സൗത്തായി മാറിയത്. ഇവിടെയാണ് മത്സരിച്ചിട്ടുള്ളത്. പിന്നെ പാർട്ടി കഴിഞ്ഞ തവണ പറഞ്ഞു കൊടുവള്ളിയിൽ മത്സരിക്കാൻ, കൊടുവള്ളിയിൽ മത്സരിച്ചു. ഇനി പാർട്ടിയാണ് പറയേണ്ടത് മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ളത്. അല്ല, അതെനിക്ക് കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളോടും ഉണ്ട്. പക്ഷേ കോഴിക്കോട് പിന്നെ എൻ്റെ നാട് കൂടിയാണല്ലോ.